ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവേശകരമായ വിജയത്തിന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധി എംപിക്ക് വൻ വരവേൽപ്പ് നൽകി വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർ. 2 മണ്ഡലങ്ങളിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുലിന് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാനെത്തിയ രാഹുൽ ഗാന്ധി എംപിക്ക് എടവണ്ണയിൽ ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തകരോട് നന്ദി പറഞ്ഞത്. വയനാട് സ്വീകരിക്കണമോ അതോ റായ്ബറേലി സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് തീരുമാനമായാലും വയനാട്ടിലെയും റായ്ബറേലിയിലും ജനങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും അതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അധികാരമുണ്ടെങ്കിൽ എന്തുമാകാമെന്ന മോദിയുടെ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. On the other side, the Prime Minister and Mr. Amit Shah, who said no. If we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ, മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രി അമിത് ഷായും. അവരെന്താണ് പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമിത് ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്തുണ്ടായിരുന്നത്. If we want Onam to be celebrated, then only Onam will be celebrated. ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി അമിത് ഷാ. We will decide whether Kathakali is danced in Kerala or some other dance. കേരളത്തിൽ കഥകളി എന്ന നൃത്തരൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതോ മറ്റേതെങ്കിലും രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും. യോഗത്തിൽ എംഎൽഎമാരായ PK ബഷീർ, AP അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KC വേണുഗോപാൽ, ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. മലബാർ ടൈംസ്, വണ്ടൂർ.